1 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞപ്പം ഒരാഗ്രഹം ഒന്ന് ഒരു 2 റൗണ്ട് നടന്നാലോ. അങ്ങനെ പാർക്ക് റൗണ്ട് ചെയ്ത് നടക്കാൻ ഇറങ്ങിയതാണ്. ഒരു 2-3 റൗണ്ട് നടക്കാം, എന്നിട്ട് പതുക്കെ അങ്ങ് വലിയാം. നല്ലതാണ്, പക്ഷേ സെറ്റാണ് കേട്ടോ ഈ പാർക്കിൻ്റെ. ഒരു 4 റൗണ്ട് നടന്നാൽ മതി. ഇപ്പം രാത്രി 3 മണിയായി. ഫുള്ള് മരങ്ങൾ, എത്ര മരമുണ്ട് അറിയും. ഒരു 2 റൗണ്ട് നടന്നു പോകാം. ഇപ്പം നടക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. 2-3 ആൾക്കാർ ഇങ്ങനെ നടക്കാൻ എൻ്റെ ബാക്കിലായിട്ടുണ്ട്. പ്രവാസി ജീവിതമല്ലേ, ഹോട്ടൽ ലൈഫല്ലേ, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഇടയ്ക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മുകളിലോട്ട് പോവാം. ശരീരത്തിന് ചെറിയ രീതിക്കുള്ള എക്സസൈസെങ്കിലും കൊടുക്കണം. ക്ലാരിറ്റി ഇല്ലാത്തത് നമ്മളായിരിക്കുന്ന നോർമൽ മൊബൈൽ. ഒരു ഫസ്റ്റ് റൗണ്ട് നടന്നു, അപ്ലൈ തന്നെ ക്ഷീണിച്ച്. ഇനി ഒരു 2-3 റൗണ്ട് കൂടി നടന്നിട്ട് പതുക്കെ അങ്ങ് പോകണം. പിന്നെയും നടന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി കേട്ടാ. ഫുള്ള് മരങ്ങളുള്ളതുകൊണ്ട് രസമാണ് നടക്കാൻ. സമയം ഓർക്കണം, രാത്രി 2:30ആയി. എന്താ ചെറിയ കാറ്റും നല്ല ചൂടും, ചെറിയ ചൂടും. പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടൽ ഒരു അടച്ച്. ഇതാണ് പാർക്ക്, ദുബായ് പബ്ലിക് പാർക്ക്. ऐसी भैंस जो है यार, कोई एक तो नहीं होता ना, औरों को हैं जी। आदर्श खेल रहा है शेफ की टीम में। പോവാം. ഒരു 3-4 റൗണ്ട് നടന്ന് നേരെ തിരിച്ച് റൂമിലോട്ട് പോവാം. അല്ല ഇവിടെ വന്നിട്ട് കാര്യമില്ല. രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. നേരത്തെ പോയി കിടക്കാം. വെട്ടത്തിൻ്റെ പവർ കാരണം ഒന്നും കാണില്ല. എന്ത് വെട്ടം!
ഈ ബിൽഡിങ്ങിലാണ് നമ്മളെ റൂം.